പ്രിയമുള്ള സുഹൃത്തുക്കളെ, സ്വന്തമായി വാഹനങ്ങളുള്ളവർക്കൊരു സന്തോഷ വാർത്ത, പ്രത്യേകിച്ച് കാറൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് നമ്മളുടെ വാഹനങ്ങളുടെ ആക്സസറീസ്, അതുപോലെ സർവീസ്, മറ്റനുബന്ധ ഐറ്റംസൊക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കാറിനൊക്കെ വാങ്ങിച്ച് വയ്ക്കുമല്ലോ. അതാണ് ഇതിനൊക്കെ EMI ഫെസിലിറ്റി കിട്ടുന്ന ഒരു സർവീസ് സെൻ്ററാണ് ഞാൻ പ്രേക്ഷകരെ പരിചയപ്പെടുത്തി തരുന്നത്. നമ്മുടെ പുത്തൂർ മുക്കിൽ പ്രവർത്തിക്കുന്ന ട്യൂണേഴ്സ് എഡ്ജിലാണ് ഈ ഒരു ഫെസിലിറ്റി വന്നിരിക്കുന്നത്. ബജാജ് ഫൈനാൻസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മുതൽ നമ്മുടെ വാഹനങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള അക്സസറീസ് വാങ്ങി ഫിറ്റ് ചെയ്യാം, മറ്റ് സർവീസിലൊക്കെ നടത്താം. മാസത്തവണകളിൽ ചെറിയ ഗഡുക്കളായിട്ട് അടച്ചാൽ മതി. എന്തായാലും ഈ ട്യൂണേഴ്സ് എഡ്ജിൻ്റെ ഈ ഒരു കോൺടാക്ട് നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചിരിക്കണം. വാഹനങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇത് പ്രയോജനം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നമസ്കാരം. എന്തായാലും ഈ ട്യൂണേഴ്സ് എഡ്ജിൽ ആരംഭിച്ച പുതിയ സംവിധാനങ്ങളൊന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയാണ് കൊട്ടാരക്കര വാർത്തകളോട് എത്തിച്ചേർന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും നേരത്തെ പറഞ്ഞത് ഫിനാൻസ് സൗകര്യം, അത് നമുക്ക് ബജാജിന്റെ EMI ഫെസിലിറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ കുറേ നാളായിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നമുക്ക് EMI അവൈലബിൾ ആണോ. അപ്പോൾ നമ്മൾ അവരോട് പറയായിരുന്നു കാർഡ് വെച്ച് നമുക്ക് ചെയ്യാം. ഇപ്പം നമുക്ക് ബജാജ് ഇപ്പോൾ കാർഡ് ഇല്ലാത്ത ഒരാൾക്കാണെങ്കിലും അവരുടെ എലിജിബിലിറ്റി അനുസരിച്ച് അവർക്ക് കാർഡ് സപ്ലൈ നമുക്ക് ചെയ്യാം. അതുപോലെ കാർഡ് ഉള്ളവർക്കാണെങ്കിലും ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ നടത്താം. അതുകൊണ്ട് EMI ഫെസിലിറ്റി വന്നതിന് ശേഷം ആർക്കും ഒരു ആവറേജ് ഒരു എമൗണ്ട് ഉണ്ട്, ഒരു 7K തൊട്ട് മുകളിലോട്ട് എല്ലാത്തിനും ഓൾമോസ്റ്റ് ഓൾ പ്രോഡക്ട്സ് അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് പുതിയ കാർ എടുത്തതിന് ശേഷം പല ആക്സസറീസും ഇവർക്ക് വാഹനത്തിൽ വാങ്ങി ഫിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത്രയും ഒരു എമൗണ്ട് ഇല്ല. അതെ. ഇപ്പൊ നമുക്ക് സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, ഹെഡ്ലൈറ്റ്സ്, ആ ബോഡി കിറ്റ്സ് ഉൾപ്പെടെ നമുക്ക് എല്ലാത്തിനും EMI നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. EMI എല്ലാത്തിനും ചെയ്യാം. ബാക്കി എല്ലാം അവരുടെ സിവിലും കാര്യങ്ങളും അനുസരിച്ച് അത് നമുക്ക് EMI കാര്യങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ മാസം ചെറിയ തവണയായിട്ട് അടച്ചാൽ മതി. അത് വലിയൊരു സൗകര്യമാണ് എല്ലാ സംബന്ധിച്ചും. പിന്നെ നമുക്ക് ഇപ്പോൾ പുതിയതായിട്ട് വന്നേക്കുന്ന വെച്ചാൽ ട്രാവലറിൻ്റെ. അപ്പോൾ ഈ വണ്ടി ആക്ച്വലി നമുക്കൊരു പാച്ച് വർക്ക് പെയിന്റിംഗ് ഒക്കെ ആയിരുന്നു. അല്ലാതെ പുതിയ കിറ്റ് നമ്മുടെ ഓൺ കിറ്റ് ഉണ്ട്. അല്ലാത്ത ട്രാവലറിൻ്റെ എല്ലാ സൈഡ് ഗ്ലാഡിങ്, ഫ്രണ്ട് ബമ്പേഴ്സ്, അതുപോലെ ടോപ്പ് ക്യാരിയർ, ഡോർ പാഡ്സ്, സൺറൈസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അതിനും നമുക്ക് ബജാജ് EMI ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് നമുക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയ അല്ല കേരളത്തിലെ എൻ്റെ അറിവിൽ ബജാജ് ട്രാവലറിന് ആരും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിപ്പം ആ ഒരു ചെയ്ത് നമുക്ക് തുടങ്ങാം എന്ന് വിചാരിച്ചു. തീർച്ചയായിട്ടും കൊട്ടാരക്കര, കൊല്ലം നമുക്കിപ്പം അത്യാവശ്യം ഒരു 3 വണ്ടി ഇപ്പോൾ ബുക്കിംഗ് ഉണ്ട്. ട്രാവലറിൻ്റെ തന്നെ ഒരു ഫുൾ പ്രൊജക്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതെല്ലാം ഈ പറഞ്ഞ പോലെ അവരുടെ ഫ്രണ്ട്സ് ആയാലും ഷെയർ ചെയ്ത് നമുക്ക് അത്യാവശ്യം എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ EMI കൂടെ ആയപ്പം തീർച്ചയായിട്ടും നമുക്ക് ഇനി ആൾക്കാർക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമായി കാര്യങ്ങൾ പറ്റും. കാരണം ട്രാവലറിൻ്റെ ഒരു ഫുൾ കിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് വരും. അപ്പോൾ അവർക്ക് സൗകര്യമാണ് EMI. അപ്പോൾ അങ്ങനെ നമുക്കിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതാണ് നമുക്ക് മെയിനായിട്ട് ചെയ്തേക്കുന്നത്. അത് മാത്രമല്ല ട്രാവലറിന് നമുക്ക് ആക്സറീസ്, ഇപ്പം ബോഡി കിറ്റ്സ് നമുക്ക് കസ്റ്റം ചെയ്യാം. അത് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ കസ്റ്റമറിന് ഇന്ന രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ ബമ്പേഴ്സിനൊക്കെ ആൾട്രേഷൻ വേണമെങ്കിൽ ചെറിയ ലൈറ്റൊക്കെ മാറണോ നമുക്ക് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. അതാണ് നമുക്ക് മെയിൻലി പുതിയതായിട്ട് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ എന്തായാലും 2 അടിപൊളി സംവിധാനങ്ങളാണ് നമ്മൾ ഇപ്പം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഒന്ന് EMI സംവിധാനവും, മറ്റേ ട്രാവലറിൻ്റെ ഈ ഒരു കിറ്റിംഗ് ബോഡി കിറ്റ്സ് എല്ലാം. ഈ ഫോർഡ് എൻഡേവർ. അതെ. ഇത് നമ്മളിപ്പോൾ 2017 ഫോർഡ് എൻഡവർ നമ്മൾ കൺവേർട്ട് ചെയ്തതാണ്. നമ്മുടെ പുതിയ എവറസ്റ്റ്, നമ്മുടെ റാപ്റ്റർ കിറ്റ് പോലെ നമ്മുടെ എവറസ്റ്റ് കിറ്റ് ഇപ്പം റീസെൻ്റ്ലി ചെയ്ത കൺവേർഷൻ വർക്കാണ്. ഇതിപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനിയുണ്ട്. ഇതിൻ്റെ ഗ്രിഡ് ലൈറ്റ്സ് വരാനുണ്ട്. അതുപോലെ സൈഡിൽ ഫെൻഡേഴ്സ് ഉണ്ട്, അലോയ് വീൽസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് പെയിന്റിങ് കഴിഞ്ഞു. ഇനി ഒരു കോട്ടിങ്ങിനായിട്ട് നമുക്ക് ഇടണം. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഇനി വരാൻ വന്നേ ഉള്ളൂ. റീസെൻ്റ്ലി ചെയ്തൊരു കൺവേർഷൻ വർക്കാണ്. അപ്പോൾ എൻഡേവർ പ്രേമികളൊക്കെ നേരെ കഴിഞ്ഞ് ട്യൂണേഴ്സ് എഡ്ജിലേക്ക് വന്നാൽ മതി. വണ്ടി കണ്ടില്ലേ, റോഡ് നിറഞ്ഞു നിൽക്കുന്ന ഒരു തലയെടുപ്പുള്ള ഒരു വാഹനമായി ഈ എൻഡേവർ മാറിക്കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ വാഹനങ്ങൾ കൺവേർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും എല്ലാ വാഹനങ്ങളും, ഇന്നോവ തന്നെ ടൈപ്പ് 1 ഇന്നോവ, പഴയ നമ്മുടെ ഇന്നോവ പുതിയതായിട്ട് കൺവേർട്ട് ചെയ്ത് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ പറഞ്ഞ EMI നമുക്ക് ചെയ്യാം. അതുപോലെ നമുക്ക് ഫോർച്യൂണർ, ഇപ്പം നമ്മുടെ വണ്ടി ആയാലും 2009 വണ്ടി നമ്മളിപ്പോൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. 2013 മോഡലിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ പറഞ്ഞ എല്ലാ വണ്ടിയുടെ കൺവേർഷൻ, ഈവൻ പോളോ, നമ്മുടെ 2000 അപ്പം ആദ്യത്തെ ഒരു പഴയ പോളോയൊക്കെ നമുക്ക് അതിൻ്റെ GTI പുതിയ കിറ്റിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാ കാസിൻ്റെയും കൺവേർഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് നമുക്ക് EMI ഫെസിലിറ്റി അതെ. ഇപ്പം നോർമൽ കാർസ് പോലെ ഇന്നോവ, ഫോർച്യൂണർ, അതുപോലെ തന്നെ എല്ലാ പ്രീമിയം കാർസ്, ഇപ്പം BMW ആയാലും F30 കിറ്റ് എല്ലാം കിറ്റ്സും നമുക്ക് ചെയ്തെടുക്കാം. അപ്പം തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും പ്രിയമുള്ള സുഹൃത്തുക്കളെ, അതാണ്ട് കോൺടാക്ട് നമ്പർ വീഡിയോയിൽ നമ്മൾ തുടർച്ചയായിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. ജസ്റ്റ് വാഹനപ്രേമികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വാഹനം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, അതായത് നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന തരത്തിൽ കൊണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ട്യൂണേഴ്സ് എഡ്ജിനെ സമീപിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തൻ്റെ ഈ കോൺടാക്ട് നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടുള്ളൂ.
എന്തായാലും നമ്മളിവിടെ വന്നപ്പം തന്നെ നമ്മുടെ മനസ്സിൽ ഒന്ന് തലച്ച് കയറിയ വണ്ടി ഇതാണ്, ഒരു ഫോർഡ് എൻഡേവർ. ഇത് നല്ല തലയെടുപ്പോടുകൂടി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഓണറെ നമുക്കൊന്ന് പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം, ഇങ്ങോട്ട് വരോ? നമസ്കാരമുണ്ട്. പേരിത് പറയോ? ഈ മൈക്കിന് കുത്താം. പേര്? എൻ്റെ പേര് ജിത്തു. എന്തായാലും ഈ ഒരു വാഹനം ഒന്നും പറയാനില്ല, അത്രയേറെ ഭംഗിയായിട്ടാണ് ഈ വാഹനം ഇവിടെ ചെയ്തിരിക്കുന്നത്. ട്യൂണേഴ്സ് അടിച്ചുകൊണ്ട് എനിക്ക് വളരെ നന്ദിയുണ്ട്. നല്ല രീതിയിൽ എനിക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഒന്ന് രണ്ട് വർക്കുണ്ട്, തീരാറുണ്ട്. ഇനി വർക്കുണ്ട്. ഇനി വർക്ക് ലൈറ്റൊക്കെ വരാറുണ്ട്, അലവീസ് വരാറുണ്ട്, സൈഡ് ഫണ്ടർ തീരാറുണ്ട്. എല്ലാ വർക്കുകളും ഈ ട്യൂണേഴ്സ് അടിച്ചിലാണ് ചെയ്യുന്നത്. അതെ.